الحمد لله الملك الجواد حمدا وافيا دائما أبدا الآباد والصلاة والسلام على سيدنا محمد خير العباد وعلى آله خير العباد وعلى صحابته خير الزهاد وعلى الطباع لهم بخير ورشاد. اللهم صل وسلم عليه وعلى آله وصحبه ما دامت العباد والبلاد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن صدق الله العلي العظيم. وقال نبينا محمد صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ യുദ്ധം അവന്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു അജിലായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. ഈ വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നബൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല. മറന്നുപോയവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കുക. ഒരു സംഘടനയുടെയോ പ്രസ്ഥാനത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ഒക്കെ വാർഷിക ആഘോഷം വരുന്ന അവസരത്തിൽ ആ സംഘടനയെയും പ്രസ്ഥാനത്തെയും പ്രതിപാദിക്കുന്ന പ്രമേയങ്ങളും വിഷയാവതരണങ്ങളും ഒക്കെ നടക്കും. വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചാൽ ആ വാർഷികാഘോഷത്തിന് നന്നായി ഒരുങ്ങുകയും അതിൽ പ്രധാന പ്രമേയം ആ സംഘടനയെ പരിചയപ്പെടുത്തുക, ആ പ്രസ്ഥാനത്തെ മറ്റുള്ളവർക്ക് അറിയും വിധത്തിൽ അവതരിപ്പിക്കുക എന്നൊക്കെയായിരിക്കും. ഇതിന് മറുത്താണ് സംഭവിക്കുന്നത് എങ്കിൽ ആ സംഘടനയെയും പ്രസ്ഥാനത്തെയും സ്ഥാപനത്തെയും ഒന്നും പ്രമേയമാക്കാതെ, അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ, അഭിഷേകമായി ചർച്ച ചെയ്യാതെ ഒരു വാർഷികാഘോഷം കഴിഞ്ഞു പോയാൽ പിറ്റേ ദിവസം ആളുകൾ പറയും, എന്താണ് നമ്മുടെ സംഘടന ചെയ്തത്, എന്താണ് നമ്മുടെ പ്രസ്ഥാനം, തീരെ ആലോചനയില്ലാതെയായി പോയല്ലോ, മോശമായി പോയല്ലോ. അത്ര വലിയ ഒരു പരിപാടി അത്രയും സംഖ്യ കൊടുത്ത് സംഘടിപ്പിച്ച് ഒരു വാർഷികാഘോഷം നടത്തിയിട്ട് ആ വാർഷികത്തിൽ എന്തുകൊണ്ട് നമ്മെക്കുറിച്ച് പ്രതിപാദിക്കാത്തത്, എന്തേ അതേക്കുറിച്ച് സംസാരിക്കാൻ ഒരാളെ നിശ്ചയിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് പലപ്പോഴും അയ്യേ എന്ന ആളുകൾ പറഞ്ഞു പോകും. എങ്കിൽ ശഹ്റു റമളാൻ എന്നത് വിശുദ്ധ ഖുർആനിന്റെ വാർഷികാഘോഷമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് ശഹ്റു റമളാൻ. അതുകൊണ്ട് ശഹ്റു റമളാൻ ഖുർആനിന്റെ വാർഷികാഘോഷം നടക്കുകയാണ്. അപ്പൊ ആ വാർഷികാഘോഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കേണ്ടത് ഏതാണ്? വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനെ കുറിച്ച് പഠിക്കാനും ആ ഖുർആനെ കുറിച്ച് പാരായണം ചെയ്യാനും ഒക്കെയാണ് നാം സമയം കണ്ടെത്തേണ്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ്. അൽ മുതഅബ്ബദു ബിതിലാവതിഹി, പാരായണം ചെയ്യൽ കൊണ്ട് ആരാധന നിർവഹിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനുമായി നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് ഏറ്റവും പ്രധാനമായ ഒരു ബാധ്യത ഖുർആനനുസരിച്ച് ജീവിക്കുക എന്നതാണ്. മറ്റൊരു ബാധ്യത ആ ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഒരുപാട് ഫളലുകൾ, ശ്രേഷ്ഠതകൾ അല്ലാഹുവും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിരവധി ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ ഖുർആന്റെ പാരായണം.
ഇസ്ലാമികമായ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് പോലെയോ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയോ അല്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാണ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഒരാൾ പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസനത്തുൻ, അത് കാരണം അയാൾക്ക് ഒരു ഹസനത്ത് ലഭിക്കുന്നു. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് അതിന്റെ 10 മടങ്ങാണ്. അപ്പോൾ ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ 10 മടങ്ങ് നമുക്ക് കൂലി ലഭിക്കുന്നു. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, എന്നിട്ട് നബി തങ്ങൾ പറയാൻ, ഒരിക്കലും അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫല്ല, വലാകിൻ അലിഫുൻ ഹർഫുൻ, അലിഫ് ഒരു ഹർഫാണ്, വലാമുൻ ഹർഫുൻ, ലാം ഒരു ഹർഫാണ്, വമീമുൻ ഹർഫുൻ, മീം ഒരു ഹർഫാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അലിഫ് ലാം മീം എന്നൊരാൾ പാരായണം ചെയ്താൽ ആ അലിഫ് ലാം മീം എന്നതിന്റെ 30 ഹസനത്ത് കൂലി ഒരാൾക്ക് ലഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ 19 ഹർഫാണുള്ളത്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരാൾ പാരായണം ചെയ്യുമ്പോൾ 190 പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയാണ്. ഇത് സ്വാഭാവികമായി അർത്ഥമറിയാതെ സാധാരണ നിലയിൽ ഓതുന്ന ആൾക്ക് കിട്ടുന്ന കൂലിയാണ് ഈ പറയുന്നത്. സ്വാഭാവികമായും അർത്ഥമറിയാതെയാണ് ഒരാൾ ഓതുന്നത് എങ്കിൽ കിട്ടുന്ന ഏറ്റവും ചെറിയ കൂലിയെ കുറിച്ചാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ റമദാനിൽ ആ ഖുർആൻ തന്നെ റമദാൻ ആഗതമാകുമ്പോ വിശുദ്ധ റമദാന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് അർത്ഥമറിയാതെ തന്നെ ഓതിയാൽ 10 മടങ്ങ് കൂലി വർദ്ധിക്കുകയാണ്. വിശുദ്ധ റമദാനിൽ തന്നെ ഒരാൾ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്താലോ അതിന് വീണ്ടും കൂലി കൂടുകയാണ്. അത് തന്നെ ഇഅ്തികാഫിന്റെ നിയ്യത്തും വെച്ച് പള്ളിയിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകുന്നു. നിസ്കാരത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഖത്മ തീർക്കുന്നവരുണ്ടോ അവർക്ക് എണ്ണമറ്റ പ്രതിഫലമാണ് അല്ലാഹു നാളെ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ കൂലികൾ ഏത്ത വ്യത്യാസം വരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപത്തിൽ നമുക്ക് ഖുർആൻ പാരായണം കേൾക്കാനുള്ള സംവിധാനമില്ലേ? എല്ലാ ദിവസവും നമുക്ക് ഖത്ം തീർത്തുകൊണ്ടാണ് ഇവിടെ ഖത്മാണ് തറാവീഹിന്. ആ തറാവീഹിന് പങ്കെടുത്തുകൊണ്ട് ഖുർആൻ പാരായണത്തിന്റെ ഖത്മിൽ പങ്കെടുത്താൽ നമ്മൾ ആ നിൽക്കുന്ന നിൽപ്പ് കൊണ്ട് നാളെയുടെ ലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നതിന് വിഷമങ്ങൾ വരുമ്പോൾ രക്ഷപ്പെടാൻ കാരണമാകും. അല്ലാഹു അതൊക്കെ സ്വായത്തമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പലപ്പോഴും നമ്മളൊക്കെ മടിയന്മാരായി തീരുകയാണ്. എവിടെയാണ് ഏറ്റവും നേരത്തെ തറാവീഹ് കഴിയുന്നത് എന്ന് ആലോചിക്കുകയും അവിടേക്ക് ചേക്കേറുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും ഒന്ന് ആലോചിക്കുക. വിശുദ്ധ റമദാൻ വന്നിരിക്കുന്നു. ആ റമദാനിൽ തന്നെ നോക്ക് നിങ്ങൾ, സാഹചര്യങ്ങൾക്ക് അനുകൂലമായ രൂപത്തിൽ പുറമേ ചൂടാണെങ്കിലും അകത്തളങ്ങളിൽ ശീതീകരിച്ച സംവിധാനം ഇതെല്ലാം ഒരുക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ആഖിറം ലക്ഷ്യമാക്കിക്കൊണ്ടാണല്ലോ സംവിധാനിക്കുന്നത്. അത് കൊടുത്തവർക്കൊക്കെ അതിന്റെ കൂലി ലഭിക്കേണ്ടതില്ലേ? അപ്പൊ വിശുദ്ധ ഖുർആൻ അത് നിസ്കാരത്തിലായി പാരായണം ചെയ്യുന്ന തറാവീഹിന് പങ്കെടുക്കാൻ അവസരം നമുക്ക് ലഭിച്ചാൽ ആ അവസരം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകുന്നവരാവരുത്. അല്ലാഹു തആല തറാവീഹിൽ പങ്കെടുക്കാനുള്ള വലിയ ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. വിശുദ്ധ റമദാന്റെ 30 രാവുകളിലും അല്ലാഹു തറാവീഹ് നിസ്കരിക്കാൻ അത് തന്നെ ജമാഅത്തായി അത് തന്നെ ഖത്മ തീർക്കുന്ന വിധത്തിൽ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا
അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാ മുറാദും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ കൂലി നിബിധങ്ങൾ പറഞ്ഞത് ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 ഹസനത്ത് കിട്ടുമെന്ന് പറഞ്ഞത് സാധാരണ നിലയിലുള്ള ഒരു ദിവസം ഓതിയാലാണ്. സന്ദർഭവും സാഹചര്യവും ഒക്കെ മാറുന്നതിനനുസരിച്ച്, അർത്ഥമറിയുന്നതിനനുസരിച്ച്, നിസ്കാരത്തിൽ ഓതുന്നതിനനുസരിച്ചൊക്കെ അതിന്റെ കൂലിയിൽ ഡിഫറൻസ് വരുന്നതാണ്. അപ്പൊ റമദാൻ വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. ധാരാളം പാരായണം ചെയ്യണം. ആ ഖുർആൻ പാരായണത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമാണ് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നവർ എടുക്കുന്നത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖനാകും സിർറൻ വഅലാനിയ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറയുകയാണ്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, വഅഖാമുസ്സലാത്ത്, നിസ്കാരം മുറപോലെ നിർവഹിക്കുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും അവരവർക്ക് കിട്ടിയതിൽ നിന്ന് ചിലവഴിക്കുന്നവർ, യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമാണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുന്നവർ നഷ്ടമില്ലാത്ത കച്ചവടമാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മളൊക്കെ പലരും ബിസിനസ്സിൽ ഏർപ്പെടുന്നവരാണ്. പലപ്പോഴും ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുന്നതാണ്. ബിസിനസിന്റെ സ്ട്രാറ്റജി അറിയില്ലെങ്കിൽ പലപ്പോഴും കൂപ്പുകുത്തുന്നതാണ്. പലപ്പോഴും പലരുടെയും കയ്യിൽ പണം കൊടുത്തിട്ട് ലാഭം ലഭിക്കും എന്ന് മനസ്സിലാക്കി പല സന്ദർഭങ്ങളിലും തിരിച്ചടികൾ വാങ്ങുന്നവരാണ്. എന്നാൽ വിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹു പറയുന്നത്, ആ ഖുർആൻ പാരായണം ചെയ്യുന്നവരാരൊക്കെയുണ്ടോ അവർക്കൊരിക്കലും നാളെയുടെ ലോകത്ത് ഒരു നഷ്ടവും വരാൻ ഇടയില്ല, സംഗതിയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടം വരാത്ത കച്ചവടമാണ് ഖുർആൻ. ആ ഖുർആൻ പാരായണം ചെയ്യുന്നവരാവണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ഉപമിക്കുന്നുണ്ട്. മസലുൽ മുഅ്മിനില്ലദീ യഖറഉൽ ഖുർആൻ, തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യനെ ഉപമിച്ച് തരുന്നത് മസലുൽ ഉതുറുജ, നല്ല മധുര നാരങ്ങയെ പോലെയാണ്. മധുര നാരങ്ങയുടെ സവിശേഷത എന്താ? നാരങ്ങക്ക് നല്ല സ്മെല്ലുണ്ടാവും, അല്ലെ? അതിന്റെ സ്മെല്ല്, ഗന്ധം നല്ല പരിമളമാണ്. മാർക്കറ്റിലൂടെ അങ്ങനെ പോകുമ്പോ നല്ല നാരങ്ങ ഫ്രഷായി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ലടിച്ചാൽ ഒന്ന് വാങ്ങാം എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്ന് മാത്രമല്ല, അത് നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ, അതിൽ നിന്ന് കഴിച്ചു നോക്കുമ്പോൾ നല്ല രുചികരമാണ്, നല്ല ടേസ്റ്റാണ്. നല്ല മധുരമാണെങ്കിൽ എത്ര നല്ല നാരങ്ങയാണത്. അത് വാങ്ങാൻ ആളുണ്ടാകുമെങ്കിൽ ഇതുപോലെയാണ് മുഅ്മിനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ വമസലുൽ മുഅ്മിനില്ലദീ ലാ യഖറഉൽ ഖുർആൻ, റമളാൻ വന്നിട്ട് പോലും ഖുർആൻ എടുത്തൊന്ന് മറിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ തുനിയാത്തവൻ മസലു തംറത്തി, കാരക്ക പോലെയാണ്. ലാ റീഹ ലഹാ വതഅമുഹാ ഹുൽവൻ, നബി തങ്ങൾ പറയാണ്, ലാ റീഹ ലഹാ, അതിന് സ്മെല്ലില്ല. എത്ര നല്ല കാരക്കയാണെങ്കിലും കാരക്കക്ക് നല്ല വിലയുണ്ടാകും. അജ്വ കാരക്കൊക്കെ നല്ല വില കൊടുക്കേണ്ടി വരും. പക്ഷേ അതിന് സ്മെല്ലുണ്ടാവുകയില്ല, പരിമളം ഉണ്ടാവുകയില്ല. ഇതുപോലെയാണ് ഖുർആൻ ഓതാത്ത മുഅ്മിനെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ അവന്റെ ഉള്ളിലുണ്ട് എന്നതുകൊണ്ട് അവന്റെ മാധുര്യമുണ്ട്, പക്ഷേ അവന്റെ പുറമേ അതിന്റെ ആസ്വാദനം നമുക്ക് ലഭ്യമല്ല. വമസലുൽ മുനാഫിഖില്ലദീ യഖറഉൽ ഖുർആൻ, എന്നാൽ മുനാഫിഖാണ്, കപടനാണ്, കപട വിശ്വാസിയാണ്. യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവനാണെങ്കിൽ പോലും ഖുർആൻ കയ്യിലെടുത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെങ്കിൽ മസലുർ റൈഹാന, റൈഹാന ചെടി പോലെയാണ്. ആ റൈഹാന പുഷ്പത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ?
അതിന്റെ അരികിലൂടെ പോകുമ്പോഴേക്ക് നല്ല ഗന്ധം, ഒരു മുല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും സ്മെല്ലുള്ള ഒരു ഗന്ധമുള്ള ഒരു പൂവിനെ നിങ്ങൾ സങ്കല്പിച്ചോ. ആ പൂവിന്റെ അരികിലൂടെ പോകുമ്പോൾ നമുക്ക് നല്ല ഗന്ധം ലഭിക്കുമല്ലോ. ഇതുപോലെയാണ് നിങ്ങൾക്ക് സുഗന്ധം ലഭിക്കുന്നു, പക്ഷേ അവന്റെ ഹൃദയം കറുത്തുപോയിട്ടുണ്ട്, മോശമായി പോയിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാത്ത മുനാഫിഖായ മനുഷ്യനോ കമസലിൽ ഹൻവലതി, ആട്ടങ്ങ പോലെയാണ്, കൈപ്പക്ക പോലെയാണ് എന്ന് പറയാം. വിധങ്ങൾ പറയാണ്, അതിന് ആസ്വാദനമില്ല, പരിമളമില്ലെന്ന് മാത്രമല്ല, അത് കടിച്ചു നോക്കിയാൽ നന്നേ കൈപ്പനുഭവമാണ് നമുക്ക് രൂപപ്പെടുന്നത്, അനുഭവിക്കാൻ കഴിയുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഇതിൽ ഏത് ആവണം എന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. നമ്മളെല്ലാവരും ഉത്തുറുച്ചത്തായി മാറണം, മധുര നാരങ്ങകളായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് ഖുർആനുമായി നല്ല ബന്ധം നമുക്ക് വേണം. അല്ലാഹു നമുക്ക് ഖുർആനിൽ റമദാനിൽ ധാരാളം പാരായണം ചെയ്യാൻ തൗഫീഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇനി നാളെ മഹ്ശറാ മൻസബയിലും ഈ ഖുർആൻ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ തുണയാകുന്നത്. മഹ്ശറാ മൻസബയിൽ എല്ലാ മുഅ്മിനീങ്ങളും വലിയ വിഷമത്തിൽ, എല്ലാവരും ശിഷ്യ മുഅ്മിനീങ്ങളും എല്ലാം പ്രയാസം അനുഭവിക്കും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വലിയ വിഷമം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഹബീബായ തങ്ങളവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ഖുർആനെ മുറുകെ പിടിച്ചോ എന്നാണ്. നമ്മുടെ ഉറ്റവർ, ഉടയവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ, നമ്മുടെ നല്ല അറ്റാച്ച്മെന്റ് ഉള്ള സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, എല്ലാവരും നമ്മെ കൈയൊഴിയുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് നമ്മെ കൈവിടാതെ ഇരിക്കുന്നത് ഏതാ? വിശുദ്ധ ഖുർആനാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയാണ്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിസ്വഹാബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാരും തുണയില്ലാത്ത സമയത്ത് നമ്മെ തണിയായി ചേർത്ത് പിടിക്കാൻ വരുന്നത് വിശുദ്ധ ഖുർആനാണ് എന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ വായിക്കാം, അസ്സിയാം വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ഖുർആനും നോമ്പും അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി വരും. എന്നിട്ട് ഖുർആനും നോമ്പ് അല്ലാഹുവിന്റെ മുന്നിൽ വന്ന് പറയും, വമനഅതുഹു ത്വആമ വശഹവാതി ബിന്നഹാർ. പടച്ച റബ്ബേ, പകലന്തിയോളം പട്ടിണി കിടന്നത് എനിക്ക് വേണ്ടിയായിരുന്നു. റബ്ബേ, അവന്റെ വികാര വിചാരങ്ങൾ, ഹാവഭാവാദികൾ എല്ലാറ്റിന്റെ മേലും കടക്കൽ കത്തിവെച്ചത് അവൻ വേണ്ടെന്ന് വെച്ചത് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, സാഹചര്യമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് റബ്ബേ നിന്നെ ഓർത്തുകൊണ്ട് മാത്രമാണ് അവൻ എനിക്ക് വേണ്ടി വിട്ടുനിന്നത് എന്ന് നോമ്പ് സാക്ഷി നിൽക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് രണ്ടാമത് പറയുന്നത് അല്ലാഹുവിന്റെ മുന്നിൽ വന്നതാ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മനഅതുഹു നൗമ ബില്ലൈൽ. രാത്രികാലങ്ങളിൽ സുഖനിദ്ര അവൻ ആശിച്ചിരുന്നു, രാത്രി നന്നായി ഉറങ്ങണം എന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്തേ അവൻ ഉറങ്ങാതിരുന്നത്? ഞാനാണ് അവന് വിഘാതം നിന്നത്. ഖുർആനാകുന്ന ഞാൻ അവനെ ചിന്തിപ്പിച്ചു, ഇനി എന്നെ പിടിച്ചൊന്ന് ഓതണം എന്നവൻ ചിന്തിച്ചു. അങ്ങനെ ഖുർആൻ എടുത്ത് മറിച്ചു വെച്ച് ഓതിയിട്ട് രാത്രി അവൻ ഉറങ്ങാൻ വൈകിപ്പോയി. അല്ലാഹ്
അതുകൊണ്ട് എന്റെ ശഫാഅത്ത് ഇവന് കൊടുക്കണമേ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവരെ വരെ നാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് ഫയുശഫഅനി അവരുടെ ശുപാർശകൾ അല്ലാഹു സ്വീകരിക്കും എന്ന് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ ഉറ്റവർ, ഉടയവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് എല്ലാമായിരുന്നവർ എല്ലാവരും നമ്മെ കൈയൊഴിഞ്ഞു പോകുന്ന ഒരു ലോകം വരാനുണ്ട്. ആ ലോകത്ത് നമ്മെ തുണയായി നിർത്തുന്നത് നമ്മൾ ഓതിയ ഖുർആനാണ്. അതിനെന്ത് വേണം? ഖുർആൻ പാരായണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ എത്ര ഖുർആനുണ്ട് ശരീഫിൽ ഇങ്ങനെ നിൽക്കുന്നു അല്ലേ? ഓരോ സമയത്തും നമ്മൾ വരുന്ന അവസരത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് ആ ഖുർആനുമായി നല്ല ബന്ധമുണ്ടാക്കണം. നമ്മൾ എത്രയാണ് നമ്മുടെ മൊബൈലുമായുള്ള ബന്ധമുള്ളത്? ആ മൊബൈൽ 1-2 ദിവസം നെറ്റ്വർക്ക് പ്രോബ്ലമാണ്, ഇനി പ്രവർത്തിക്കൂല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ കഴിയും. അസ്വസ്ഥത എത്രയായിരിക്കും അല്ലേ? വിശുദ്ധ ഖുർആൻ എന്നാൽ നമ്മൾ കഴിഞ്ഞ റമദാനിൽ എടുത്തു നോക്കിയതായിരിക്കും. ഈ റമദാനിൽ അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യാത്തവർ വരെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവരുത്. ഖുർആൻ കാണാതെ നമുക്ക് അറിയുമെങ്കിലും ആ ഖുർആൻ എടുത്ത് മറിച്ച് നോക്കി ഓതണം. അതിനെയാണ് ഫദ്ല് കൂടുതൽ, ശ്രേഷ്ഠത കൂടുതൽ. അങ്ങനെ ഖുർആൻ ധാരാളം ഓതുന്നവരായി മാറണം. അങ്ങനെ ഖുർആൻ ഓതുന്നവരായി മാറിയാൽ ആരാണ് ഖുർആൻ ഓതുന്നവരെന്നറിയോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന ലില്ലാഹി അഖിലീന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ആളുകളുണ്ട്. നമ്മളിൽ പല ആളുകളും പലരുടെയും ആളുകളാവാൻ ചട്ടം കെട്ടുന്നവരാണ്. ഞാൻ നിന്റെ ആളാണ് എന്ന് പറയാറുണ്ട് പലപ്പോഴും. എന്തിനാണ്? അവനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടല്ലേ പറയുന്നത്. ഇന്നാലിന്ന പാർട്ടിക്കാരനാണ്, പ്രസ്ഥാനക്കാരനാണ്, ഇന്നാലിന്നവന്റെ ആളാണെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ അവന്റെ കൂടെ പിറപ്പായി നിൽക്കുന്നത്, കൂടെ ചേർന്ന് നിൽക്കുന്നത്, ഞാനും നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നിന്റെ ആളായി നമ്മളെല്ലാവരും തുനിയുന്നത് എന്തിനാണ്? അവനിൽ നിന്നുള്ള ഗുണം പ്രതീക്ഷിച്ചാണെങ്കിൽ. അല്ലാഹുവിന്റെ അഖിലുകാരാരാണെന്ന് ഹബീബായ തങ്ങൾ പറയുന്നു, അഖിലുൽ ഖുർആനിഹും അഖിലുല്ലാഹി വഖാസതുഹു. അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകൾ, ഖുർആൻ ധാരാളം ഖത്ം തീർക്കുന്നവർ, അവർ അല്ലാഹുവിന്റെ ആളാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ആളായാൽ നമുക്ക് കിട്ടുന്ന ലാഭം എന്താണ്? അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ ആളായാൽ നമുക്ക് കിട്ടുന്നത് പടച്ച റബ്ബിന്റെ വിജയമാണ്. പടച്ച റബ്ബിന്റെ അടുക്കൽ എത്തുമ്പോഴുള്ള വിജയമാണ്. മുഫ്ലിഹായി മാറും. നാളെ നമ്മൾ വിജയികളിൽ ഉൾപ്പെടും. അല്ലാഹു തആല വിജയികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. വിശുദ്ധ റമളാൻ ആഗതമായാൽ നമ്മെ പോലെയല്ല മുൻഗാമികളായവർ, അവരവരുടെ മുഴുവൻ സമയവും വിശുദ്ധ ഖുർആൻ പാരായണത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവർകളെ കുറിച്ച് പറയുന്നത്, കാന യഖ്തിമുൽ ഖുർആന ഫീ ശഹ്രി റമളാന 60 ഖത്മാ. റമളാൻ മാസത്തിൽ മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ 60 ഖത്ം തീർക്കാറുണ്ടായിരുന്നു. 6 ഖത്മല്ല, 60 ഖത്ം. ഓരോ ദിവസവും ഈ 2 ഖത്ം തീർക്കും. ഒരു ദിവസം 2 ജുസ് ഓതാൻ തന്നെ നമ്മൾ എത്രയാണ് കഷ്ടപ്പെടുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊരു മദ്ഹബ് ചിട്ടപ്പെടുത്തി തന്ന നമ്മുടെ നേതാവായ നാം ഫോളോ ചെയ്യുന്ന മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രമാണ് ഈ പറയുന്നത്. ഒരു ഖത്മെങ്കിലും ഈ റമളാൻ കഴിയുമ്പോഴേക്ക് ഓതി തീർക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ ശാഫിഈ ഇമാമിന്റെ അനുയായിയാണ് ഞാൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ ശാഫിഈ ഇമാമിന്റെ ഫോളോവറാണ് ഞാൻ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് എന്റെ
തീർക്കുന്നവനാവണം. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു, കാന ഇദാ ദഖല റമളാൻ യഫിറു മിൻ ഖിറാത്തിൽ ഹദീസ് വമുജാലസതി അഹ്ലിൽ ഇൽം. മദീനയിൽ അടക്കം ദർസ് നടത്തിയ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ആ മഹാനെ കുറിച്ച് പറയാണ്, ആ മഹാനുഭാവൻ വിശുദ്ധ റമളാനാഗതമായാൽ തന്റെ ഇൽമിന്റെ സദസ്സുകളെല്ലാം മാറ്റിവെക്കും, ഹദീസിനുള്ള സേവനങ്ങളൊക്കെ കുറച്ചിട്ട് മുഴുവൻ സമയവും ഖുർആൻ പാരായണത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു തങ്ങൾ കാന ഇദാ ദഖല റമളാൻ തറക ജമീഅൽ ഇബാദാത്ത്. മഹാനവർകൾ റമളാൻ ആഗതമായാൽ മറ്റെല്ലാ ആരാധനകളും കുറച്ച് വഅഖബല അലാ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിന് സമയം കണ്ടെത്തുന്നു. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ തങ്ങൾ, മഹാനായ ഇമാം ബുഖാരി തങ്ങൾ ആരാണ്? അസ്ഹബുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ബുഖാരി എന്ന ഗ്രന്ഥം ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ഗ്രന്ഥമാണ്. മുസ്ലിം ലോകം ഒന്നടങ്കം നെഞ്ചോട് ചേർത്ത് വെച്ച ഏറ്റവും പ്രധാനമായ ഗ്രന്ഥമാണ്. ആ സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവായ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങളോ കാന യഖ്തിമു ഫീ റമളാന ഫി നഹാരി കുല്ല യൗമിൻ ഖത്മാ. എല്ലാ പകലിലും മഹാനവർകൾ ഒരു ഖത്ം തീർക്കും. വയഖൂമു ബഅദ തറാവീഹി കുല്ല സലാസി ലയാൽ. പിന്നെ 3 ദിവസം കൂടുമ്പോൾ രാത്രികളിൽ ഒരു ഖത്ം തീർക്കും. അപ്പോൾ 40 ഖത്ം ഒരു മാസം കൊണ്ട് തീർക്കും എന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നാം എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുന്നവരും ഖുർആൻ ഖത്ം തീർക്കുന്നവരുമാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓതാൻ അറിയാത്ത കുറെ ആളുകൾ ഉണ്ടാവും, അവരിങ്ങനെ വിഷമിക്കും. ഓതാൻ അറിയാത്തവർ പഠിക്കണം, പഠിക്കൽ നിർബന്ധമാണ്. നമ്മൾ എന്തെല്ലാം സംവിധാനങ്ങൾ ഇപ്പൊ പുതിയ പുതിയ കാലഘട്ടത്തിൽ മാറി വരുന്ന മൊബൈൽ സംവിധാനങ്ങൾ, ആപ്ലിക്കേഷനുകൾ ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ആ മൊബൈൽ ഉപയോഗിച്ച് തന്നെ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനം ഓൺലൈനായി എല്ലാ സംവിധാനങ്ങളുണ്ട്. അപ്പൊ ബാക്കിയുള്ളതിനൊക്കെ പണം ചെലവഴിക്കുമ്പോൾ ഇത് പഠിക്കാൻ അങ്ങനെയാവാൻ പാടില്ല. ഖുർആൻ അറിയാത്തവർ പഠിക്കണം. ഇനി എല്ലാവർക്കും ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ അറിയുമല്ലോ. അറിയാത്തവർക്ക് കൂടി ആശ്വാസമാവാനായി പറയുന്നത് ഖുർആനിന്റെ ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. അത് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 അത് പാരായണം ചെയ്താൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് പറയുകയും ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, ആർക്കാണ് രാത്രികാലങ്ങളിൽ ഖുർആനിന്റെ 1/3 ആർക്കാണ് തീർക്കാൻ കഴിയാന്ന് ചോദിച്ചപ്പോ സഹാബികൾ ചോദിച്ചു, നബിയെ ആർക്കൊക്കെയാ കഴിയാ, ഞങ്ങളെ കൊണ്ട് കഴിയോ എന്ന് ചോദിച്ച സങ്കടം പറഞ്ഞ സഹാബികൾക്ക് പരിഹാരമായി നിങ്ങൾ ഓതിയാൽ, ഒരു തവണ ഓതിയാൽ അത് സുലുസുൽ ഖുർആനാണ്. ആ സുലുസുൽ ഖുർആൻ നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഖുർആൻ ആ സുലുസുൽ ഖുർആനായ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അതിങ്ങനെ വർദ്ധിപ്പിക്കണം. കാണാതെ അറിയാമല്ലോ, അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. 1,00,000 ഖുൽ ഹുവല്ലാഹു അഹദ് ഒരാൾ ഓതിയാൽ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുന്നതാണ്. അല്ലാഹു നമ്മുടെ മരണത്തിന് മുമ്പ് 1,00,000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി തീർക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ 1,00,000 ഖുൽ ഹുവല്ലാഹു അഹദ് റമദാനിൽ നിന്ന് തുടങ്ങി കഴിയും. നിരന്തരം ഖുൽ ഹുവല്ലാഹു അഹദ് തന്നെ ഓതിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഖുർആൻ ധാരാളം പാരായണം ചെയ്ത് ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറണം. ഇനി ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ പോലും ആ ഖുർആനിലേക്ക് നോക്കുന്നതിന് നോക്കുകൂലി അല്ലാഹു നൽകുന്നുണ്ട്. ഖുർആൻ നോക്കിയാൽ തന്നെ കൂലിയാണ്. ഖുർആൻ അറിയില്ല എന്ന് പറയുന്നത്. ഖുർആൻ കേൾക്കുന്നതിന് കൂലിയുണ്ട്. ഒരാൾ ഖുർആൻ ഓതുന്ന അവസരത്തിൽ അവിടെ പോയി ഇരുന്ന് അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ കൂലിയാണ്. ഇങ്ങനെ തുടങ്ങി ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും അല്ലാഹു കൂലി നൽകുന്നുണ്ട്. ആ ഖുർആനുമായി നല്ല ബന്ധം ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ ഈ സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുന്നത്.
വിശുദ്ധ ഖുർആൻ പഠനത്തിനാണ് ഈ ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും മാറ്റിവെക്കുന്നത്. അല്ലാഹു അതിൽ പങ്കെടുക്കാനും അതിന്റെ മധു നുകരാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല, ഖുർആൻ പഠിക്കുകയും ചെയ്യുക എന്നത് ശ്രേഷ്ഠമായ പുണ്യമായ കാര്യമാണ്. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ, ഉത്തമരായവർ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അത് തന്നെ പള്ളിയിൽ വെച്ചാണ് നമ്മൾ ഖുർആൻ പാരായണ സദസ്സ്. അതുകൊണ്ട് എത്തിക്കാഫ് ഇരുന്നാൽ അതിന്റെ കൂലി. റമദാനിൽ എത്തിക്കാഫ് വർദ്ധിപ്പിക്കൽ ഏറ്റവും പുണ്യമുണ്ട്. ഒരു അരമണിക്കൂറേ ആയിട്ടുള്ള ഞാൻ നിർത്തുകയാണ്. അരമണിക്കൂറായിരിക്കും, അതിലധികം സമയം എടുക്കുകയില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ അതിന്റെ പാരായണവും പഠനവും ഏറ്റവും പുണ്യസ്ഥലമാകുന്ന പള്ളിയിൽ ഇത്തികാഫിന്റെ നിയ്യത്തും വെച്ചിരുന്ന് കേട്ടാൽ, അത് പഠിച്ചാൽ, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടുന്നു. യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു, ഖുർആൻ പാരായണം ചെയ്യുന്നു, അത് പഠിപ്പിക്കുന്നു. ഇല്ലാ നസലത അലൈഹിമുസ് സകീന, അവർക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഖശിയതുഹുർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം ഉണ്ടാകും. ആ കാരുണ്യത്തിന് വേണ്ടിയല്ലേ ഈ പത്തിൽ നമ്മൾ ഒരുപാട് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് നിരന്തരം ദുആ ചെയ്യുന്നത്. ആ റഹ്മത്ത് ലഭിക്കണോ? ഈ ഒരു അരമണിക്കൂർ ചിലവഴിച്ചോളൂ മുഅ്മിനീങ്ങളെ. വഹഫതുഹുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളെ അല്ലാഹു തആല അവന്റെ മലക്കുകളോട് കൃത്യമായും പറഞ്ഞു കൊടുക്കുമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയാണ് കിട്ടുന്നത്? സകീനത്ത്, സമാധാനം കിട്ടും. നമ്മളിപ്പോ സമാധാനം ഇല്ലാതെ ടെൻഷൻ അടിക്കുന്നവരാണ്. സമാധാനം കിട്ടും, റഹ്മത്ത് നമുക്ക് ലഭിക്കും. അല്ലാഹുവിന്റെ മലായികമാര് നമ്മെ പൊതിയും. നമ്മൾ കാണുന്നില്ല, അതൊക്കെ നമ്മൾ അർവാഹുള്ള ലോകത്ത് കിട്ടുന്നുണ്ട്. അത് കിട്ടിയവർക്ക് ഇബാദത്തിൽ ആവേശങ്ങൾ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനം പറഞ്ഞു, നമുക്ക് എല്ലാവിധ ഖൈറും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരികയാണെന്ന് മാത്രമല്ല, അവന്റെ മലക്കുകളോട് അല്ലാഹു നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ഇവിടെ വന്നതായിരിക്കുന്നുണ്ട് എന്നത് പറയും. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഹഫളത്തിന്റെ മലക്കുകൾ നമ്മൾ അപകടത്തിൽ പെടുമ്പോൾ, നമ്മൾ പ്രയാസത്തിൽ പെടുമ്പോൾ അവരുടെ പ്രത്യേകമായ ഒരു പരിരക്ഷണം, ഒരു ചേർത്ത് പിടിക്കൽ അതുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ സൂറത്തുൽ ലുഖ്മാനാണ് ഈ വർഷം ചർച്ച ചെയ്യുന്നത്. ഖുർആൻ എന്താണെന്നും അത് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും അതുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ട, പ്രത്യേകമായി പാരായണം ചെയ്യേണ്ട മാസമാണല്ലോ